അല്ലല്ലോ. ആ ചേച്ചി എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരൊന്നും അവർക്ക് ചെലവ് കൊടുക്കുന്നില്ല. ഓക്കെ, ആ ചേച്ചി സബ്സ്ക്രൈബ് തുടങ്ങില്ല. അമ്മ മോളെ ജാസി, എടാ എടാ ചെക്ക, ജാസി, എടാ കള്ള, നിനക്കൊക്കെ ഒടുക്കത്തെ ഫാൻസ് ആണല്ലോടാ. ഇതാരാ, ശ്രീലക്ഷ്മിയോ? നീയൊക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഹിറ്റ് ആവാൻ തുടങ്ങിയേ? ഇതുപോലെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടില്ല. എൻ്റെ ശ്രീലക്ഷ്മി, നിന്റെയൊക്കെ സംസാരവും നിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. നീ എന്താ അതിനകത്ത് കാണിക്കുന്നേ? നീ ഈ പറയുന്ന രേണുവിനെ പോലെ അരമുണ്ടും അതും ഒക്കെ കൊടുത്ത് കാണിക്കേണ്ട എല്ലാം കാണിച്ചുകൊണ്ടല്ലേ വന്നിട്ട് ഈ സംസാരിക്കുന്നേ. അതുകൊണ്ടല്ലേ നീയൊക്കെ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നാണം കെട്ട വർഗങ്ങളെ. പിന്നെ ജാസി, നീ ആണാണോ പെണ്ണാണോ അതാണോ ഇതാണോ മറ്റേതാണോ മറിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലത്തെ രീതിയിലാണ് നീ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ. എടാ ജാസി, ഡാ, എന്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതാ. പണ്ട് ഇവനൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് വറക്കുമായിരുന്നു. പിന്നെ ഇവറ്റകൾക്ക് കുറേ നാറികൾ സപ്പോർട്ടുണ്ട്. ഇതും ഈ ഗണത്തിൽപ്പെടുന്നവന്മാരല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക. അതൊരു ലൈക്ക് ചെയ്യുമ്പോഴേ ഈ രേണുവിന് ഇഷ്ടമല്ലാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് തരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഹൈപ്പും വരും, അതങ്ങ് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ ഈ പറഞ്ഞ ജാസിനെയും ശ്രീലക്ഷ്മിയെയും ഈ പറഞ്ഞ രേണുവിനെ കുറിച്ച് ഒരു അഭിപ്രായം അങ്ങ് ഇടുക. ഓക്കെ, എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്ത് തരും. കിച്ചുവിൻ്റെ എവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടച്ചടം സമയത്ത് എന്റെ ലൈഫിലോട്ട് വ്യക്തം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നല്ല കഴിവുള്ള ഒരു ചെറുക്കനാണ്. പിന്നെ ഇവന് കുറച്ച് ലഹരി പരിപാടിയിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഇടും. ഓവറായ കാരണം ഈ അടുത്ത സമയത്തൊന്നും ഓവറായായിരുന്നു. ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് വെക്കാം. ഇതാണ്, അമ്മയല്ലേ രേണു ചേച്ചി എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്. അപ്പോഴത്തെ കണ്ണൻ അയ്യോ എന്നും പറഞ്ഞിട്ട് തൊഴുത്. എൻ്റെ പൊന്നു, കിച്ചുവിൻ്റെ കമൻറ്റാണ്. ഈ കിച്ചുവിന് രേണുസുതിയെ കണ്ടെടുത്ത കണ്ടുകൂടായിരുന്നു. കാരണം അത്രയ്ക്ക് വെറുപ്പായിരുന്നു. ഈ കൊച്ചിന് ഈ പറയുന്ന ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് രേണു കൂടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. എന്തിനാണ് മേടിച്ചു കൊടുത്തതെന്നും പറഞ്ഞ് സുതി അടുത്ത് അന്ന് മരിക്കുന്നതിന് കുറച്ച് മുമ്പായിരുന്നു. ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ബഹളം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്തത്. ഇവനെ കണ്ടെടുത്ത കണ്ടുകൂടായിരുന്നു. ആ ട്രോഫി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു, ട്രോഫി വെച്ചത്. അവനത് മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. അവന് വെറുപ്പായി സ്ത്രീയോട്. പിന്നെ ബിഗ് ബോസിൽ പോയതിന് ശേഷം ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്നു. എല്ലാവരും ഒന്നാണെന്നുള്ള രീതി അമ്മയെ വിളിക്കാൻ വരുന്നതിൻ്റെ അത്. ഓക്കെ, ഇനി ഇവറ്റകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ജാസി, ശ്രീലക്ഷ്മി, ഇവറ്റകളൊക്കെ എന്താ കാണിക്കുന്നത് അറിയാലോ. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ പറഞ്ഞാൽ കൂടും. അതുപോലെ തന്നെ ആണ്. എന്നിട്ട് നമുക്ക് തുടങ്ങാം ഇവറ്റകട പ്രസംഗങ്ങളൊക്കെ. എൻ്റെ പൊന്നെ കാണുകയും വേണം. എന്തായാലും നമ്മളാരും സബ്ബൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർ ചെയ്തിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യങ്ങൾ. പിന്നെ അഹാന കൃഷ്ണയൊക്കെ വെച്ച് കമ്പയർ ചെയ്തടേ ഈ നാറികള്. അയ്യോ, അഹാനയ്ക്ക് ഇത്രയേ ഉള്ളൂ, രേണു ചേച്ചി ഹൈ ലെവലിൽ പോയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് അതിനകത്ത് മറ്റേ പരിപാടിയല്ല, മനസ്സിലാക്കണം. അങ്ങനെ കുറെ എണ്ണം നാണം കെട്ടവന്മാര്. എടാ പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ സുതിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് വേറെ ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ കഴിയുന്നത് ഞങ്ങൾ പറയത്തുള്ളൂ. ഇവിടെ ഇപ്പോഴുള്ളവന്മാർ ഈ ജാസിയും ഈ ശ്രീലക്ഷ്മിയൊക്കെ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? മുണ്ടൊരിഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക, മറ്റേ ചെയ്ത് പീഡിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ രീതി. ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഈ ഗണേഷ് കുമാറിൻ്റെ ഒരു വിഷയത്തിൽ ഈ ശ്രീലക്ഷ്മി സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഗണേശനാണ്. വൈഫിന് ഗണേഷിൻ്റെ ഇഷ്ടമാണ് മറ്റുള്ള സ്ത്രീയായിട്ടുള്ള. ഓക്കെ അതെന്തോ ആയിക്കോട്ടെ. അവിടെ ഗണേഷ് കുമാറിൻ്റെ MLA ഗണേഷ് കുമാറിൻ്റെ വൈഫ് വന്നപ്പം മോശം ഒരു സാഹചര്യം കാണുകയും ചെയ്ത് ആ സമയത്ത് അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗണേഷ് കുമാർ അവിടുത്തെ ആൾക്കാരെ വിളിച്ചിട്ട്, അതായത് ഇയാളെ കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് അവരുടെ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുക, അവസാനം അവരെ പിടിച്ച് പൂട്ടിയിടുകയൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവറ്റയുടെയൊക്കെ പോയി വീഡിയോ എടുക്കുന്നവന്മാരെ ആദ്യം തരണം, നാറികൾ. അവർക്ക് ചെലവ് കൊടുക്കുന്നില്ല. ഓക്കെ, ആ ചേച്ചി സബ്സ്ക്രൈബ് തുടങ്ങില്ല. ചേച്ചി ഭാഗത്ത് മൂലക്കേക്ക് നിങ്ങൾക്ക് പോയിട്ട് അവർ കുറച്ച് അരിയും പഞ്ചസാരയും മറ്റൊരു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക.
ഇത് ആ ചേച്ചി എന്ത് ചെയ്താ ഞങ്ങൾ മേടിച്ചു കൊടുത്ത മാസം രേണുവിനുള്ള അരിയും സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ രേണു സബ്സ്ക്രിപ്ഷനും അതും ഇതുമൊക്കെ ഷൂട്ടിംഗ് ഒക്കെ പോവാതെ അവിടെ ഇരിക്കുമോ? അപ്പോൾ വേറെ മുടന്ന ന്യായമായിട്ട് വരും. എൻ്റെ ജാസി, നീ വെറും മൈൻ്റെ മോനാണ്. അവർക്ക് പ്രശ്നമാണല്ലോ. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സുചേട്ട പടം വെച്ചാണെങ്കിൽ എന്തിനാണ് വെറുതെ? അത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? ആ ഹസ്ബൻഡ് ഇപ്പൊ എത്രയോ പേര് സ്വന്തം മക്കളുടെ പ്രൊഫഷൻ അത് മാറ്റിയതിന് രേണു പറഞ്ഞ ന്യായം എന്താണ്? ബ്ലൂടിക്ക് വരാൻ വേണ്ടിയാണെന്ന്. എന്തൊക്കെ കള്ളങ്ങളാണ് ഈ രേണു വന്നിട്ട് പറയുന്നത്. നമ്മളെ മണ്ടന്മാരൊന്നും അല്ല. സുധിയുടെ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങുമ്പോൾ സുധിയുടെ ഫോട്ടോ വെച്ച് ആരെങ്കിലും നോക്കൂ, ആരെങ്കിലും വന്ന് സബ് ചെയ്യൂ. നിങ്ങൾ അത് ചിന്തിക്കുക. അവർക്ക് ബുദ്ധിയുണ്ട്. അത് ഏറ്റുപിടിക്കാൻ ഇവളെപ്പോലുള്ള പല ഉണ്ടായവന്മാർ കടന്നിങ്ങനെ സംസാരിക്കും. വെക്കുന്നുണ്ട്, വൈഫ്മാരെ വെക്കുന്നുണ്ട്. എന്തായി സസ്റ്റമർ തുടങ്ങിയപ്പോ ഉരി കാണിച്ചു കൊടുക്കുന്നത്? പക്ഷെ എന്തെങ്കിലും ചെയ്ത് കാണിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്ത ചേച്ചി ജീവിച്ചോട്ടെ. അതിന്റെ ഭർത്താവാണ് അത്. രേണുവിന് ഭർത്താവാണ് ഈ സുധി പറഞ്ഞ ആള്. അയാളെ ഫോട്ടോ അവള് പ്രൊഫൈൽ പിക്ക് അവള് സബ്സ്ക്രൈബ് അവള് അതെ. എടാ ചെവുക്കൊല്ലിയൊക്കെ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ട് ശ്രീലക്ഷ്മിയുടെ. ഞാൻ കാര്യമായിട്ട് പറയണം, എനിക്ക് ഭയങ്കര വെറുപ്പാണ് അവളോട്. ഞാനൊരു പെണ്ണാണ്, ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഗൾഫിൽ കിടന്നപ്പോൾ അവരെന്നെ അത് ചെയ്യിപ്പിച്ചു, ഇത് ചെയ്യിപ്പിച്ചു, മറ്റേ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഇവളോട് പുച്ഛം മാത്രമേ ഉള്ളായിരുന്നു. പുച്ഛമല്ല, എനിക്കിപ്പോൾ പുച്ഛം മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ ഗണേഷ് കുമാറിൻ്റെ വൈഫിനുണ്ടായ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ MLA ആ സമയത്ത് അവന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഇവള്. അപ്പോഴേക്കും ഇവിടെ നിലപാടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. ഇവറ്റകളൊക്കെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത അവൾമാരാണ്. കാരണം ഇവൾമാരെന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതിൻ്റെ അപ്പുറം വൃത്തിയാണ് അവൾമാരെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയ വന്നിട്ട്. ഇവർക്കൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം വരുന്നത്. അയ്യോ, ബാക്കിയും കൂടെ വെച്ച് തരാൻ ചേച്ചിമാരുടെ സംസാരം. ജാസി അവളെ ഏതെങ്കിലും ഇതിലവിടെ കൊണ്ടുവെക്കട്ടെ. ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം? ഈ പല തന്തയുടെ അവൻ്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിൻ്റെ വലിയ ആവശ്യമുണ്ടോ നിനക്കൊക്കെ? കുറെ എണ്ണം ഉണ്ട് ഓൺലൈൻകാർ. നീയൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണത്. അയ്യോ പോയാ. അടുത്ത് വരൂ, ക്ലിപ്പ് വരൂ. ആനകൃഷ്ണനെ വെട്ടിച്ചു അല്ലേ? അതൊക്കെ സംഭവം. ആനകൃഷ്ണനെ 100 സംതിങ് ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ അവർക്ക് അവിടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ഓ, ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ്. നീയൊക്കെ പോയി ഇവളുമാര് പോയി തുടങ്ങും. നിങ്ങൾ കണ്ടു, ജാസി ഇപ്പൊ പോവാ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി, പൈസയ്ക്ക് വേണ്ടി. എന്ത് തോന്നി? ഞാനൊരു കാര്യം ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഇവളുമാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവർക്കൊക്കെ എതിരെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ കുറെ എണ്ണം വരും. അയ്യോ ഡാനിക്കൊന്നും വേറെ പണിയില്ല, അങ്ങനെയാണ് മറ്റേയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ പറയുന്ന കുറെ ആൾക്കാർ, രേണുവിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നില്ല. ശ്രീതു ആണെങ്കിലും സജിനെ ആണെങ്കിലും അവരൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നെക്സോവൻ ആ പയ്യന്റെ കാര്യത്തിൽ ഡാനി സജിനയ്ക്കും ഈ പറയുന്ന ശ്രീതുവിനും സപ്പോർട്ടാണ്, കൊച്ചിനും സപ്പോർട്ടാണ്. ഒരിക്കലും അല്ല, അവർ ചെയ്ത തെറ്റാണ്. ആ തെറ്റുകൾ ഞാൻ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ ഷഫീന ബീബി ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും കളിച്ചതാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം രണ്ടുപേരെയും കൂടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഞാനും അതിലും എന്തായാലും ഈ ശ്രീധുവിനെയും ഈ സജിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല. കണ്ടെടുത്താൽ കണ്ടും കൂടാ. അതുപോലെ തന്നെയാണ് ഈ ശ്രീധുവിനും സജിനയ്ക്കും ഞങ്ങളെ കണ്ടെടുത്താൽ കൊണ്ടാ. അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയ ഷഫീന ബീവിയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മണ്ടരായിട്ടുള്ള കുറേ ആൾക്കാർ മുക്കും മൂലയും മാത്രം കേട്ടിട്ട് വന്നിട്ട് നമ്മളെ ഇരുന്ന് കുറ്റം പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ആൾമാരൊക്കെ എന്ത് പറയണം? നിങ്ങൾ തന്നെ പറ. ഈ ജാസിയും മറ്റേവളെയും മറിച്ചവളെയൊക്കെ. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ ഗൈസ്, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക.